Morning. Morning. Okay. നല്ല മെഡിറ്റേഷൻ ഒക്കെ ചെയ്തല്ലോ അല്ലേ എല്ലാരും? Yes. ഓക്കെ. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ സ്വന്തം റസാഖ് സാറിന്റെ സെഷനാണ്. നിങ്ങൾ എല്ലാ ട്രെയിനേഴ്സും പറയുന്ന ടോപ്പിക്കാണ് അല്ലേ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് എല്ലാവരും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ റസാഖിന്റെ ടോപ്പിക് വരുന്നതും അതന്നെയാണ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താന്നുള്ളത് അല്ലെ? എല്ലാവർക്കും ഡൗട്ട് ഉള്ളതുണ്ടായിരിക്കും, എന്നാലും ഡൗട്ട് ക്ലിയർ ചെയ്തവരും ഉണ്ടാവും. സോ ഇന്നത്തെ റസാഖ് സാറുടെ സെഷൻ നല്ലൊരു സെഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് നല്ല പോലെ ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യണം, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കണം, ആരും ലീവ് ചെയ്ത് പോകരുത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കി സംസാരിക്കാൻ റെഡി ആയിരിക്കണം. നമ്മുടെയൊക്കെ ഒരു മനസ്സിന്റെ സിറ്റുവേഷനാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയുമ്പോൾ ഉപബോധ മനസ്സ് എന്ന സാധനം എന്താന്ന് മനസ്സിലാകണ്ടേ അല്ലേ? കുതിരയുടെ ശക്തി. കുതിര എന്താ സാധനം എന്നറിയാതെ കുതിരന്റെ ശക്തി അറിയോ? ഇല്ലല്ലോ. അപ്പോ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു ബോധ മനസ്സിലാണ്. ഈ ബോധ മനസ്സ് തന്നെ പല സിറ്റുവേഷനിൽ ചേഞ്ച് ആകും, മാറും, പെട്ടെന്ന് കട്ടാവുകയൊക്കെ ചെയ്യും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരുപാട് പ്രാവശ്യം കേട്ട് നമ്മുടെ മൈൻഡിൽ സൂക്ഷിച്ചു വെച്ച ആ ഒരു വസ്തുവാണ് ഉപബോധ മനസ്സിലുള്ള സാധനം. അതായത് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ആ വാക്ക് സ്റ്റോർ ചെയ്തതാണ് ഉപബോധ മനസ്സിലുണ്ടാകുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ബീന മാമിനോട് പറയണേ ക്യാമറ ഒന്ന് ഓണാക്കി എന്ന് പറഞ്ഞാൽ ബീന മാം ചിലപ്പോൾ എന്തെങ്കിലും വർക്കിലായിരിക്കും. അപ്പൊ ക്യാമറ ഓണാക്കാൻ ഒരു മടി ഉണ്ടാവും. ഞാൻ ക്യാമറ ഓണാക്കിയാൽ എന്ത് സംഭവിക്കും? എന്നെ കാണും അല്ലേ? ആ ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാവും. അവിടെ ഇപ്പോ ബീനാമ്മ എന്ത് ചെയ്തു? ക്യാമറ ഓണാക്കിയില്ല, പേടി മാറി, ഇത്രേ ഉള്ളൂ. ഇതേപോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടാവും. ഇതെന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് അറിയാം? നമ്മൾ ചെറിയ പ്രായത്തില് എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ പറയും ചെയ്യരുത്, അത് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. ആണുങ്ങൾ കരയാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആണുങ്ങൾ കരയാൻ പാടില്ല. ആരൊക്കെ കേട്ടിട്ടുള്ളൂ? യെസ് എന്ന് കമന്റ് ചെയ്ത്. നീ ഒരാണല്ലേ? ബഷീർ സാറിനോട്, ബഷീർ സാർ നിങ്ങൾ ഒരാണല്ലേ, നിങ്ങൾ കരയാൻ പാടുണ്ടോ? ഇത് കേട്ട വ്യക്തികളൊക്കെ ഒന്ന് യെസ് കമന്റ് ചെയ്ത്. പറയണേ കേട്ടിട്ടുണ്ട്. എന്താ ആണുങ്ങൾ കരഞ്ഞാല്? ആണുങ്ങൾക്ക് കരഞ്ഞാൽ എന്താന്നുള്ള ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് കരഞ്ഞാല്? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ? ഒരു മനുഷ്യന് എല്ലാ സംഭവവും സമത്വത്തിൽ നിൽക്കണം. നിങ്ങൾക്കറിയോ, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഈ സംഭവങ്ങളൊക്കെ നോർമലായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലാകാൻ പാടില്ല, കുറയാനും പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? പ്രമേഹം കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. പ്രഷർ കൂടാൻ പാടില്ല, കുറയാനും പാടില്ല. ഒരു നോർമൽ വ്യവസ്ഥയിൽ നിൽക്കണം മനുഷ്യന്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് ചിരിക്കണ്ടേ, കരയണ്ടേ, സന്തോഷിക്കണ്ടേ, ദുഃഖിക്കണ്ടേ? ഇതൊക്കെ ഒരു മനുഷ്യന് സമനിലയിൽ നിൽക്കണ്ടേ? ഒരു വെറും സന്തോഷം മാത്രമായാല് അയാളുടെ ജീവിതം കട്ടപ്പോവുകയാണ്. നോക്കും നിങ്ങള്,
ഒരു മനുഷ്യന് സന്തോഷം മാത്രമേ ഉള്ളൂ, ദുഃഖമില്ല. അയാളുടെ ജീവിതം ശരിയല്ല. അത് അപകടത്തിലേക്കാണ്. നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ സന്തോഷം മാത്രം ലഭിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ രാജ്യത്ത്. പക്ഷെ അവരൊക്കെ ആത്മഹത്യ ചെയ്ത ചരിത്രമുള്ളത്. നിങ്ങൾക്ക് അന്വേഷിച്ച വിക്കിപീഡിയ അടക്കം ലോകത്തിലെ സ്ഥിതിയാണ്, നമ്മളെ ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ആയി ജീവിക്കുന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ളത്. നിങ്ങൾക്കറിയോ? അപ്പൊ എന്തുകൊണ്ടാ? സന്തോഷം മാത്രമായതുകൊണ്ട് മനുഷ്യന് നിലനിൽപ്പില്ല. ദുഃഖം മാത്രമാണെങ്കിൽ തീരെ നിലനിൽപ്പില്ല. എല്ലാം കുറച്ച് വേണം, സമന്വയിച്ച് നിൽക്കണം. എല്ലാം കുറച്ച് കരയണം, കുറച്ച് ചിരിക്കണം, കുറച്ച് സന്തോഷിക്കണം, ഒരു ടൂറൊക്കെ പോകണം, ഒരു മീറ്റപ്പ് ഒക്കെ സംഘടിപ്പിക്കണം. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എല്ലാം മനുഷ്യന് വേണം. നമ്മൾ എന്താണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്താൽ ആ സ്റ്റോർ ചെയ്ത സംഭവത്തിനാണ് ഉപബോധ മനസ്സ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെന്താ കേട്ടത്? പാടില്ല, ചെയ്യരുത്, പോകരുത്, തൊടരുത്, മിണ്ടരുത്, അല്ലേ? നീ ചെയ്യടാ എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ പറയണം നീ ചെയ്യടാ എന്ന് ഒരാൾ പറഞ്ഞാൽ 99 പേരും പറയും ചെയ്യല്ലേ, അല്ലേ? ഇപ്പോ സുബ്രഹ്മണ്യൻ സാറ് ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോ വീട്ടില് 4 ആളുണ്ടെങ്കിൽ 3 ആളും പറയും ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ, പതുക്കെ പോയിക്കോളേണ്ടി, റോഡൊക്കെ മുറിച്ചെടുക്കുമ്പോ 2 ഭാഗം നോക്കിയിട്ട് കിടക്കണേ. ഇതൊക്കെ 1ാം ക്ലാസ് മുതൽ കേൾക്കൽ തുടങ്ങിയാണ്, അല്ലേ? 1ാം ക്ലാസ് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങി. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അപ്പുറപ്പുറം നോക്കിയിട്ട് കിടക്കണേ. ഇത് ഈ 50 വയസ്സാകുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കേണ്ടതല്ല ഞാൻ പറഞ്ഞു, കേട്ടോട്ടെ, പ്രശ്നമില്ല. പക്ഷെ അത് നമ്മുടെ ആ ഉള്ളിൽ ഉണ്ടാകുന്ന ആശങ്ക ഉണ്ടല്ലോ, ആ ആശങ്ക ഒരു വല്ലാത്ത സംഭവമാണ്. എന്തൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോഴും ചെയ്യല്ലേ, ചെയ്താൽ പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് ഒരു ക്ലാസ് എടുക്കാം, ബി മാജിക്കിൽ ഒരു 20 മിനിറ്റ് ക്ലാസ് എടുക്കണം എന്നൊരാളോട് പറയാണ്. അപ്പോ ഞാൻ ക്ലാസ് എടുക്കേ? എന്താ നിങ്ങൾ ക്ലാസ് എടുത്താൽ ഇവിടെ വരിക? ലോകം അവസാനിക്കേണ്ടതാണ്, അവസാനിക്കട്ടെ, എന്താ ഇപ്പൊ ഇവിടെ ജീവിച്ചിട്ട്? അങ്ങനെ ക്ലാസ് എടുക്കാൻ ഒന്നും സംഭവിക്കാനില്ല. തീയിലൂടെ നടക്കുന്ന ആളുകളെ കണ്ടാണ് നിങ്ങള്? സുബ്രഹ്മണ്യ സാർ കണ്ടാണോ തീയിലൂടെ നടക്കുന്ന ആളുകളെ? തീയിലൂടെ നടക്കുന്ന ആളുകളെ കണ്ടാണോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ കൺട്രോൾ ഇതാ, ഈ ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്ന പകുതി മുക്കാലും ആൾക്കാർ തീ കൂടെ നടത്തുന്ന ആൾക്കാരാ. ഈ ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്ന പകുതി മുക്കാലും ആൾക്കാർ തീയിലൂടെ നടന്ന ആളുകളാണ്. ഇതൊരു സംഭവം അല്ല. പക്ഷെ നമ്മുടെ മൈൻഡില് തീ കാണുമ്പോഴേക്കും നമ്മളെ മൈൻഡിൽ എന്തുണ്ട്? അയ്യോ തീ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണം. പക്ഷെ പേടി ഒരാവശ്യം വരെയാണ്, കൂടുതൽ പാടില്ല, കൂടുതൽ ചെയ്യാൻ പാടില്ല, കൂടുതൽ പേടിക്കരുത്. പേടി ആവശ്യമാണ്. കൂടുതലാകാനും പാടില്ല, കുറയാനും പാടില്ല. തീരെ പേടില്ല ഞാൻ ഏത് തീയിലൂടെയും കാര്യക്കുക, അത് പറ്റില്ല, അത് അപകടമാണ്. അപ്പോ ഒരു നോർമൽ സിറ്റുവേഷനിലായിരിക്കണം നമ്മൾ എപ്പോഴും, എല്ലാ സംഗതിയിലും, എല്ലാം കൊണ്ടും നമ്മൾ നോർമൽ ആയിരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ചില ആൾക്കാർ ഭയങ്കര ആവേശക്കാരും, ഭയങ്കര ആവേശം 4 ദിവസത്തിനുണ്ടാവും, 5ാമത്തെ ദിവസം ആളെ കാണില്ല, ഇല്ലേ? ചില ആൾക്ക്, പുതിയ ആൾക്കാർ ബി മാജിക്കിലൊക്കെ വരുമ്പോ ഭയങ്കര സംഭവക്കാരും. ഇന്നൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു വിളിച്ചിട്ട്. അത്രയും ആവേശമാണ്. നമ്മളത് സ്വീകരിച്ചു കേട്ടാ, ആവേശം നമ്മൾ സ്വീകരിക്കും. പക്ഷെ 4 ദിവസം കഴിഞ്ഞാൽ ആ ആളെ കാണുന്നില്ല, അതാണ് പ്രശ്നം. എന്താണ് ആവേശം? കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നോർമൽ ഒരു മട്ടത്തിൽ ഇങ്ങനെ പോയാൽ എല്ലാ കാര്യം കൊണ്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് സെറ്റാക്കണം. ഞാൻ ചെയ്തു, ശരിയാകും, ഞാൻ പോയി, ഒരു സംഭവം ഒന്നും സംഭവിക്കാനില്ല, നമ്മൾ പോകും, സംസാരിക്കും, ചെയ്യേണ്ടത് ചെയ്യും, പറയേണ്ടത് പറയും. ഇതൊക്കെ സാധാരണഗതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ എല്ലാ ദിവസവും നമ്മളിതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം,
അല്ലെ? കേട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ എന്താണോ കേൾക്കുന്നത്, കൂടുതൽ കേൾക്കുന്നത് അതായിരിക്കും സ്റ്റോർ ചെയ്യുക. അതായിരിക്കും നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുക. ആ സ്റ്റോർ ചെയ്ത സംഭവമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. അതാണ് ഉപബോധ മനസ്സിലുള്ളത്. ഉപബോധ മനസ്സിന് ഭയങ്കര ശക്തിയാണ്. ഇത്ര പറഞ്ഞ് പറ്റിക്കാൻ പറ്റിയ ഒരു സാധനം ലോകത്തിലില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ പറഞ്ഞ് പറ്റിക്കാന് നമ്മുടെ ഉപബോധ മനസ്സിനോളം പോകുന്ന ഒരു സാധനം ലോകത്തിലില്ല. എന്ത് കണ്ടാലും വിശ്വസിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ പറയാണ് ഞാൻ ഭയങ്കര കഴിവുള്ള ആളാണ്, എനിക്കിതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഈ സാധനം. അത്രയും പറഞ്ഞു പറ്റിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനത്തിന് ഇയാളോട് എന്ത് ചെയ്യാ, പറഞ്ഞ് പറ്റിച്ചാണ് നിർത്താം. നീ ഭയങ്കര പൈസക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താം. നീ ഭയങ്കര സന്തോഷമുള്ള ആളാണ് എന്ന് ഈ ഉപബോധ മനസ്സിനോട് പറഞ്ഞാൽ അതെപ്പോഴും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ പറയും, ഊഹ് എന്തല്ലേ, പൈസയില്ല, ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് നടക്കണമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ അടിയിൽ എന്ത് ചെയ്യാം, നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോ എല്ലാ ദിവസവും ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? ഞാൻ സന്തോഷവാനാണ്, ഞാൻ സുന്ദരിയാണ്, സുന്ദരനാണ്, അല്ലേ? ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് ആഡ് ചെയ്യുന്നത് നേരത്തെ ഉള്ള സ്റ്റോർ ചെയ്തതിനേക്കാൾ ഇത് കൂടുതലായാൽ അപ്പൊ നോർമൽ അവിടെ നിന്നോളും. ആ ഒരു പാകത്തിൽ അവിടെ നിൽക്കണം. ആ പാകത്തിൽ നിൽക്കുക. എല്ലാ ഫീലിങ്സും നമുക്ക് നോർമൽ വ്യവസ്ഥയിൽ നിൽക്കണം. സന്തോഷം, ദുഃഖം എല്ലാം നമുക്ക് ആവശ്യമാണ്. ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം, കരയേണ്ടടുത്ത് കരയും വേണം. ഒന്നും സംഭവിക്കാനില്ല. ആണുങ്ങൾ കരഞ്ഞാൽ ലോകം അവസാനിക്കൂല, പെണ്ണുങ്ങൾ ഉറക്കനെ സംസാരിച്ചാൽ ലോകം അവസാനിക്കൂല. അതൊക്കെ നമ്മൾ പറഞ്ഞു പറ്റിച്ചതാണ്. നമ്മളെ ഉപബോധ മനസ്സിനെ ആരോ പറഞ്ഞു പറ്റിച്ച. ഒരു രണ്ടാളുകൾ സംസാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവനവന് പറയാനുള്ള കാര്യം അത് പെണ്ണാണെങ്കിലും പെണ്ണ് വന്ന് പറഞ്ഞേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു വിഷയം അവിടെ ഇല്ലാതാവും. അല്ലേ? എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങണം. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമോ നമ്മളെ സഹായിക്കാൻ? ഒരാളും വരില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സഹായിക്കാൻ ഈ ലോകത്തിൽ നമ്മളല്ലാതെ മറ്റൊരാളും ഇല്ല. നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്തേ മതിയാവുള്ളൂ, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മളെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഞാനുണ്ട്, ഞാനിരിക്കുന്ന കൊമ്പാണ്, അല്ലെങ്കിൽ ഞാനിരിക്കുന്ന കൊമ്പിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, പിന്നെ എൻ്റെ ചിറകിലാണെന്നുള്ളത് നമുക്ക് ബോധം വേണം. അപ്പൊ നമ്മളെ ഉപബോധ മനസ്സിന് ആ പവർ കൂട്ടിയെടുക്കുക, ആ ശക്തി കൂട്ടിയെടുത്താൽ നമുക്ക് എന്തും ചെയ്യാനാകും, എവിടേക്കും പോകാനാകും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനാകും. അത് നമുക്ക് തെളിവാണ്. വണ്ടി ഓടിക്കൽ, അല്ലേ? വാഹനം. ആദ്യമൊക്കെ വാഹനം ഓടിച്ച കഥ എന്തേക്കാരം അതിന്റെ രസം. ഒരു ഗിയർ മാറ്റണേ പിന്നെ ശ്രീനിവാസൻ പറഞ്ഞവർക്ക് എവിടെ ബ്രേക്ക് എവിടെ എന്ന് ചോദിക്കില്ലേ ശ്രീനിവാസൻ? ബ്രേക്ക് എവിടെ? ഈ ചോദ്യം നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. വാഹനം ഓടുന്ന എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ബ്രേക്ക് എവിടെ? ഗിയർ 1 2 മാറ്റണം, ഇതെന്താ താഴേക്ക് വരാത്തത് എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്, അല്ലേ? 1 2 ഇതെന്താ താഴേക്ക് വരാത്തത്? പക്ഷെ പിന്നീട് കുറച്ചു കാലം ഇങ്ങനെ ഓട്ടി വാഹനം ഓടിച്ച് നമ്മളെന്തായി, പിന്നെ അറിയാതെ ഇങ്ങനെ കൈ പോലായി. ആ സിറ്റുവേഷൻ വരുമ്പോ അത് തോണ്ടിയിടലാണ് ഗിയർ, അല്ലേ? തോണ്ടിയിടലാണ്. നമ്മള് എന്തെങ്കിലും വസ്തുക്കൾ തോണ്ടിട്ടുണ്ടെങ്കിൽ തോണ്ടിയിടും. അത്രയും സിമ്പിളായി. ഒരു വാഹനം അല്ലെങ്കിൽ ഒരു മൃഗം, പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും മുന്നിൽ കാണുകയാണെങ്കിൽ നമ്മളൊന്നും അറിയണ്ട, കാല് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചവിട്ടിയിരിക്കും. നമ്മുടെ കാലവിടെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചവിട്ടിയിരിക്കും. ഇതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിലാ ശക്തി. ഈ പവറൊക്കെ നമ്മൾ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചാ മുന്നിലൊരു വസ്തു കണ്ടാൽ ബ്രേക്ക് ചവിട്ടിക്കൊള്ളണം എന്ന് സ്റ്റോർ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ആ നല്ല കാര്യങ്ങൾ കേൾക്കുകയും നല്ല വ്യക്തികളോട് കൂട്ടുകൂടുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ നന്മയിലേക്ക് മുന്നോട്ട് പോകുകയുള്ളൂ. അത് കൂടുതൽ മറ്റേതിനേക്കാളും കുറച്ച് കൂടുതലായി ലഭിക്കുകയും വേണം.
അപ്പൊ നമുക്ക് പല ശക്തികളുമുണ്ട്. തീയിലൂടെ നടക്കാൻ സാധിക്കുമെങ്കിൽ മറ്റതെല്ലാം ചെയ്യാം. നിങ്ങൾ ഈ നമ്മളിപ്പോ ഒരു ആചാരത്തെ കുറിച്ച് പറയല്ല, കോമരം തുള്ളല് കണ്ടിട്ടുണ്ട് എല്ലാവരും? കോമരം തുള്ളൽ അറിഞ്ഞാൽ മനസ്സിലായോ? അതറിയാത്തവരാരെയുണ്ടോ കോമരം തുള്ളല്? കോമരം തുള്ളൽ അറിയുന്നവരൊക്കെ നെസ് കമന്റ് ചെയ്തേ. എന്താണ് കോമരം തുള്ളൽ പറഞ്ഞാല്? അറിയും അറിയും. അറിയും. അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ദീപക്ക് അറിയോ കോമരം തുള്ളല്? ആ, മണിസാറിന് അറിയാം. ആ, നജിലക്ക് അറിയാം കോമരം തുള്ളൽ എന്താണ്. ബീന മാമിന് അറിയാം. അറിയാം എന്നല്ലേ പറയുന്നത്, അറിയില്ല എന്നല്ലല്ലോ. ഷീജയ്ക്ക് അറിയാം. കോമരം തുള്ളൽ എന്ന് പറഞ്ഞാല് ഈ അമ്പലങ്ങളിലൊക്കെ, ചില അമ്പലങ്ങൾ, എല്ലാ അമ്പലങ്ങളിലും ചില അമ്പലങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഡ്രസ് ഇട്ട് ഒരു ചങ്ങലയും ഒരു കുറെ മണികളൊക്കെ കെട്ടിയിട്ട് ഒരു വാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അറിഞ്ഞിട്ട് വെട്ടും. ഇതിനാണ് കോമരം തുള്ളൽ. ഈ വാളെടുത്ത് വെട്ടുമ്പോ യഥാർത്ഥത്തിൽ അവർക്ക് മുറിവാകുന്നുണ്ട് കേട്ടോ. അത് ഉടായ്പൊന്നല്ല. ചില ആൾക്കാർ പറയാം അത് ഉടായ്പാണ്. അത് ഉടായ്പൊന്നല്ല, ശരിക്കും വെട്ടുന്നുണ്ട്. എല്ലാവർക്കും മുറിയാവും. ആ, ശരിക്കും വെട്ടുന്നുണ്ട്, മുറിയാവുന്നുണ്ട്. അത് ഉടായ്പല്ല, അത് ഉടായ്പാണെന്ന് പറയുന്നവരാണ് ഉടായ്പ്. അത് ഉടായ്പൊന്നല്ല. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ആ മുറിവായത് ഒരു പ്രശ്നമാകണില്ല? അത് മുറിവായിട്ട് ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ നേരെയായിട്ട്? ഇല്ല. അവർക്ക് മുറിവാകുന്നുണ്ട്, അത് അപ്പോൾക്കപ്പളെ സുഖപ്പെടുന്നുണ്ട്. എന്താണ് അറിയോ? എന്താ അതിന്റെ സംഭവം? ആർക്കെങ്കിലും അറിയോ? അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ടാണോ? അല്ല, അതൊരു ശക്തി ശരീരത്തിലേക്ക് അതൊരു വിശ്വാസാണ്. ശക്തി, വിശ്വാസം. അതൊരു വിശ്വാസമാണ്. എന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരാളുണ്ട് എന്ന ആ വിശ്വാസം നമ്മുടെ ഉപബോധ മനസ്സിൽ ഉണ്ടായത് കൊണ്ട് അയാൾക്കൊന്നും സംഭവിക്കണില്ല. മെസ്മരിസം കണ്ടവരുണ്ട് ആരെങ്കിലും? മെസ്മരിസം കണ്ടവരാരാ? ആരാണ് മെസ്മരിസം കണ്ടവര്? മെസ്മരിസം കേട്ടിട്ടാനുണ്ടാവില്ല അല്ലേ? ചിലപ്പം കേട്ടവരുണ്ട് ആദ്യം. മെസ്മരിസം എന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഒന്ന് യെസ് കമന്റ് ചെയ്തേ. യെസ്. ഇല്ല. മെസ്മരിസം പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ട് ആരെങ്കിലും? മെസ്മരിസം പറഞ്ഞ സാധനമുണ്ട്, ഹിപ്നോട്ടിസത്തിന്റെ കൂടിയ സൈസാണ്. അവര് കത്തി എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പുറത്തുനിന്ന് കുത്തിയിട്ട് അപ്പുറത്തേക്ക് തള്ളിച്ചു. ആ, മണിസാർ കണ്ടിട്ടുണ്ട്. ദിവ്യമേം കേട്ടിട്ടുണ്ട്. മെസ്മരിസം ഭയങ്കര സംഭവമാണ്. സ്വന്തം ശരീരത്തില് കത്തിയൊക്കെ ഇറക്കിയിട്ട് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഉണ്ടാക്കും. ഒന്നും സംഭവിക്കൂല അവർക്ക്. നമ്മളൊക്കെ കുത്തിയത് ഓർമ്മ ഉണ്ടാവുള്ളൂ, പിറ്റേന്ന് ഉണ്ടാവില്ല. അപ്പൊ എന്താണ് അറിയോ? അവരെ മനസ്സിൽ അത്രമാത്രം ശക്തമായ വിശ്വാസമുണ്ട്. അത് അവരൊരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടൊന്നല്ല. പിന്നെ അവരങ്ങനെ കേട്ട് ഇതൊരു സംഭവമല്ല, അവർക്ക് കുത്തി പരിശീലിച്ച് ആകുന്നതാണ്. ഒരു മനുഷ്യന്റെ ഈ ബോധ മനസ്സിന് ആണ് കഴിഞ്ഞു പോയാൽ നിനക്കൊന്നും സംഭവിക്കൂല, ഞാനൊരു കത്തി കുത്തുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ അയാൾ കത്തിയല്ല വാളിറക്കിയാൽ ഒന്നും സംഭവിക്കൂല. എന്താ അറിയോ? നമ്മുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കൂ, ഇത് കുത്തിച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് വിശ്വസിച്ചു, അഥവാ വിശ്വസിപ്പിച്ചു. അതാ ഞാൻ പറഞ്ഞത്, ഇത്ര പറഞ്ഞ് പറ്റിക്കാൻ പറ്റിയൊരു സാധനം ലോകത്തിലില്ല. നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞു പറ്റിക്കാം, പക്ഷെ പറഞ്ഞു പറ്റിക്കുന്നത് നല്ലതായിരിക്കണം, നമുക്ക് ഗുണമുള്ളതായിരിക്കണം. നമ്മളെപ്പോഴും ഗുണമില്ലാത്തതാണ് പറഞ്ഞു പറ്റിക്കുന്നത്. പറഞ്ഞുകൊണ്ടേയിരിക്കണം, കഴിയൂല, പോരില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ക്ലാസ് എടുത്താൽ നടക്കൂല, എന്നെ കൊണ്ട് അതിന് സാധ്യമല്ല. ഇത് നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്ന നമ്മൾ എങ്ങനെ എന്തെങ്കിലും ചെയ്യോ? വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവർത്തിച്ച് കാണിക്കണ്ടേ? പ്രവർത്തിച്ച് കാണിക്കണേ നമുക്കൊരു വിശ്വാസം വേണം. ഒരാൾ എന്ത് വിശ്വസിച്ചിട്ട് ചെയ്താലും ആ വിശ്വാസത്തിന്റെ ഫലമായി അത് അയാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിലൊരു കാരണമാണ് പ്രാർത്ഥന. ഇല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നേടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വസിച്ചിട്ട് ഒരാൾ ചെന്നിട്ട് പ്രാർത്ഥിച്ചാലേ അതിന്
ആ ഒരു പ്രതിഫലം വേണ്ടുന്ന രീതിയിലുള്ള പ്രതിഫലം കിട്ടുള്ളൂ. ഇപ്പൊ ഞാനൊക്കെ നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു പള്ളിയാണ് മണർക്കാട് പള്ളി. ആ മണർക്കാട് പള്ളിയിൽ ഞാൻ പോയത്, ഇവിടെ ഒരുപാട് 1-2 ആൾക്കാർ പോയിട്ടുണ്ട്. മണർക്കാട് പള്ളി, മസ്ജിദ് അല്ല കേട്ടോ, പള്ളി. എത്ര ജനങ്ങളാണ് ഒരു ദിവസം അവിടെ വരുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാരവിടെ വന്നു പോകണ്ട്. എന്തിനാണ് വരുന്നത്? അവര് വിശ്വസിച്ച് ആ സമാധാനം തേടി യാത്ര ചെയ്തതാണ്. അവർക്ക് അവിടുന്ന് സമാധാനം കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട്? വിശ്വസിച്ചത് കൊണ്ട്. അല്ലെങ്കിൽ കിട്ടില്ല. വിശ്വസിക്കാതെ നമ്മൾ ടൂറായിട്ട് പോയിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോ നമ്മുടെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് അല്ലെങ്കിൽ കണ്ട് അനുഭവിച്ച് നമ്മൾ ചെയ്ത് അങ്ങനെ സ്റ്റോർ ചെയ്ത ആ ശക്തി. അപ്പൊ അങ്ങനെ ഒരു ശക്തി നമുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? ആ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബി മാജിക് ഒക്കെ ഉള്ളത്, അല്ലെ? ബി മാജിക് പോലുള്ള കമ്മ്യൂണിറ്റിയിലൊക്കെ എന്താണ്, എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ വരികയും അത് നമ്മൾ ചെയ്യാൻ തുടങ്ങി. നമുക്ക് തന്നെ അത്ഭുതം, ഞാൻ ക്ലാസ് എടുത്തോ? ഭയങ്കര സംഭവമായല്ലോ, എങ്ങനെ ഇപ്പൊ എനിക്കിത് കഴിഞ്ഞു എന്ന് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിനെന്ത് വേണം? എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം, അല്ലെ? എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം. എന്നിൽ മാത്രമേ നമുക്കിത് സ്റ്റോർ ആക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ കേട്ട് നമുക്ക് എന്തായി? ഒന്ന് ചെയ്തു നോക്കാം എന്നൊരു ബോധത്തിലേക്ക് നമ്മളൊക്കെ വന്നത് എന്താണ്? എത്രയോ തവണ സാർ എടുക്കുന്നത് കേട്ട് നമ്മുടെ മനസ്സിൽ എന്തായി? അതൊരു വിശ്വാസമായി മാറുകയും ചെയ്യുകയും നേടിയെടുക്കുകയും ചെയ്ത ഒരുപാട് ആളുണ്ട് ഇതില്, അല്ലെ? നേടിയെടുത്ത ഒരുപാട് ആളുകൾ. അപ്പൊ ഇത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ അഫർമേഷൻ, അതുപോലെ തന്നെ വിഷ്വലേഷൻ. ഈ സാധനം എന്തായാൽ നമുക്കിത് നേടിയെടുക്കാൻ കഴിയും. അഫർമേഷൻ, വിഷ്വലേഷൻ, നല്ലൊരു വിശ്വാസം അതുണ്ടായി കഴിഞ്ഞാൽ ഏത് സംഭവത്തെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആ കഴിവ് എന്തുകൊണ്ട് നേടി? നമ്മുടെ ഉപബോധ മനസ്സിൽ അത് സ്റ്റോർ ചെയ്തത് കൊണ്ടാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഉപബോധ മനസ്സിന് അത്യപൂർവമായ ശക്തി ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ശക്തിയെ ഉപയോഗിക്കുക. നമ്മളെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്. നമ്മളെ ഉള്ളിൽ തീയിലൂടെ നടക്കാനുള്ള കഴിവുണ്ട്, വെള്ളത്തിലൂടെ നടക്കാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? അത് പുറത്തെടുത്താൽ മാത്രമേ നമുക്കതിന് ആ ശക്തിയെ പുറത്തെടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇത് പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ. എനിക്കിത് കഴിയും എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോ സിന്ധുമ തീയിലൂടെ നടന്ന്, ഞാൻ തീയിലൂടെ നടന്ന്, ഇവിടെ കുറെ ആൾക്കാർ തീയിലൂടെ നടന്നു. ആ തീയിലൂടെ നടക്കാനുള്ള കാരണം എന്താ? ഇത് നടന്നാൽ ഒന്നും സംഭവിക്കൂല. അവിടെ ഞാനാണ് അത് ക്രിയേറ്റ് ചെയ്തത്. സിന്ധുമാമിനറിയാം, ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ നടന്നോളി, ഒന്നും സംഭവിക്കൂല. അവര് നടന്നതിന് ശേഷം അവര് പറയാ, ഞാനോ തീയിലൂടെ നടന്നോ? ഇല്ലേ, ഞാൻ തീയിലൂടെ നടന്നോ? അവർക്ക് തന്നെ അത്ഭുതമായി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ മനസ്സിന്റെ ഉള്ളില്. നമ്മൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാനൊക്കത്ത ആളുകളാണെങ്കിൽ അവരത് ചെയ്യും. ആ ചെയ്യുമ്പോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തായി? ഏത് തീയിലൂടെ നടക്കാം, എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഏത് വലിയ വണ്ടി ഓടി, ട്രെയിലറാണ് ഈ ട്രെയിലർ, ഞാൻ ഓട്ടിക്കോളാം. ബസ്സാണ് ഈ ബസ്, ഞാൻ ഓടാം. ജീപ്പാണ് ജീപ്പ്, ഓക്കെ, ഞാൻ ഓട്ടിക്കോളാം. ഞാൻ ഡ്രൈവറാ. ആരാ ഡ്രൈവറ്? നമ്മളെ ഉള്ളിലാണ് ഡ്രൈവറ്, നമ്മളല്ല ഡ്രൈവറ്. ആ ഉള്ളില് ഡ്രൈവർ ആണെങ്കിൽ ഏത് വണ്ടിയും നമുക്ക് ഓട്ടാം, ഇല്ലേ? എന്താ കാരണം? നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓടിച്ചിട്ടുണ്ട്, ഓടിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. അതും എന്തുകൊണ്ടാ? നമ്മുടെ തൊട്ടടുത്ത ഒരാളുണ്ടാവും, നീ ഓടിക്കടാ, ഒന്നും സംഭവിക്കൂല എന്ന് പറയാൻ ഒരാളുണ്ടായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി. ആ ശക്തിയെ തിരിച്ചറിയുക. എല്ലാവരും വിജയിക്കാൻ വന്നവരാണ്. എല്ലാവരുടെയും ക്ലാസ് നമ്മളെ വിജയിപ്പിക്കാനാണ്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും മെഡിറ്റേഷനിലും ക്ലാസ്സിലും എല്ലാവരും പങ്കെടുക്കണം. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. ഒരു
ഒരു ചെറിയ ക്ലാസ് ആയിട്ട് ചെയ്തതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. അപ്പം എന്താണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടോ? പണ്ടേ പെട്ടെന്ന് ചോദിച്ചോളി. 30 ആളുടെ ആരും പോലിട്ട 30 ആൾ ഞാൻ നോക്കുന്നുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റസാഖ് സർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് റസാഖ് സർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഇന്നത്തെ സാറിന്റെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഫീഡ്ബാക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ആരാണ് ഫസ്റ്റ് പറയുന്നത്? താങ്ക് യു ഷീജ. നിങ്ങൾ ഈ ടൈപ്പ് ചെയ്യുന്ന ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിച്ചു നോക്കൂ, അതല്ലേ നല്ലത്. അതെ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്, പറഞ്ഞോളൂ. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. മറ്റേ ജോസഫ് മർഫിയുടെ ഒരു ബുക്ക് ഉണ്ടല്ലോ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അത് ഞാൻ കുറച്ച് വായിച്ചിരുന്നു, മുഴുവൻ വായിച്ചിട്ടില്ല. ഈ കോവിഡിന് ശേഷം ഞാൻ ഒരു 2-3 വർഷം ആക്റ്റീവ് ആയിരുന്നില്ല. കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ട്. ഹലോ. അപ്പോ എനിക്ക് എന്റെ പേരിൽ തന്നെ ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് നടക്കാൻ കഴിയില്ല, എനിക്ക് സ്റ്റെപ്പ് കയറാൻ കഴിയില്ല, അങ്ങനെ പറഞ്ഞ് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുക പോലും ചെയ്തിരുന്നില്ല. അടുത്ത ഓപ്ഷൻ എന്താണ്, ഒരു ഡെഡ് എൻഡ് ആയ മാതിരിയായിരുന്നു. പിന്നെ എവിടുന്നോ എനിക്കൊരു എന്താ പറയുക, ഒരു സെൽഫ് കോൺഫിഡൻസ് കുറച്ചായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അധികം അപ്ലൈ ഒന്നും ചെയ്യാതെ തന്നെ എൻ്റെ 1-2 സുഹൃത്തുക്കളിലൂടെയാണ് ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കയറാൻ പറ്റിയത്. അപ്പം ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് നമുക്ക് വേണം ഇതിലെങ്കിലും. സാറ് പറഞ്ഞ മാതിരി വിശ്വാസം, അതിപ്പോ ദൈവവിശ്വാസമോ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസോ എന്ത് വേണമെങ്കിൽ ആവാം. ആ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച് നേടാൻ കഴിയുള്ളൂ. യെസ് സാർ, അത് ഞാൻ പറയാൻ വേണ്ടിയത്. ഓക്കെ, താങ്ക് യു. വേറെ? താങ്ക് യു സുബ്രഹ്മണ്യൻ സർ, താങ്ക് യു സോ മച്ച്. അടുത്ത ആൾക്ക് പറയാം. വേഗം പറഞ്ഞോളെ, നമുക്ക് മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞോളെ. ഗുഡ് മോർണിംഗ് റസാഖ് സാർ. പറഞ്ഞോളൂ പുസ്തകം. നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇതേപോലെ തന്നെ നേരത്തെ കൊറോണ സമയത്ത് നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നാലോ ഉപബോധ മനസ്സിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റി. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. സ്വന്തമായിട്ട് കടകളൊക്കെ ചെയ്യാനും അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഞാൻ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ഭാഗമായിരുന്നു. സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മുസ്തഫ. വേറെ? താങ്ക് യു മുസ്തഫ സർ. അവിടെ ബാക്കിയുള്ളവരൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നേ? ആരെങ്കിലും ഒക്കെ പറയൂ. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ. മാം പറയൂ. എന്താ പറയാ, നമ്മളെ റസാഖ് സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ക്ലാസ് അല്ലേ. നമുക്ക് എല്ലാം അറിഞ്ഞവൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. എന്നാ ഞാൻ ആ ഈശ്വരന്റെ സ്ഥാനത്തേക്ക് കാണുന്ന ഒരാളാണ് റസാഖ് സാറ്. ഒരു പൊങ്ങച്ചം പറയല്ല, ഭംഗിവാക്ക് പറയല്ല. കാരണം എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും സാറിനെ വിളിച്ച് ചോദിച്ചാൽ എനിക്കത് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അതുപോലെ തന്നെ സാറിന്റെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങളാണ് അത് കൂടെ. സാറ് പറയുന്ന ഓരോ വാക്കുകളും വളരെ വലിയ അറിവുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് നല്ല ഒരു സെക്ഷൻ ആയിരുന്നു. സാറിൻ്റെ അടുത്ത് ഇനി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് അറിവുകളുള്ള ഒരു വ്യക്തിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധുമാൻ. ഗുഡ് മോർണിംഗ്. പറയൂ ബഷീർ സാർ, പറഞ്ഞോളൂ. ഉപബോധ മനസ്സ്, അതാണ് നമ്മളെ മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ ഡ്രൈവർ. അതിനെ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് വളരെ സിമ്പിളാവും. ഇപ്പൊ സുബ്രഹ്മണ്യൻ സാർ പറഞ്ഞ പുസ്തകം അതിന്റെ ഒരു ബൈബിളാണ്. ആ പുസ്തകം എല്ലാ മലയാളത്തിലുണ്ട്. അത് ശരിക്ക് മനസ്സിരുത്തി വായിച്ച്
ഇംപ്ലിമെന്റ് ചെയ്താല് നിങ്ങളെ ലൈഫിന് ഇനി വേറൊരു ക്ലാസ് വേണ്ട. അത്രയും സ്ട്രോങ് ആയിട്ട് ഉപബോധ മനസ്സിന് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു ആ പുസ്തകം എൻ്റെ അടുത്ത് ഒരു 10 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. ഞാനൊരു 3-4 വട്ടം വായിച്ച ഓരോ പ്രാവശ്യങ്ങളും. ഈ സീക്രട്ടിനെ കൊണ്ട് പറഞ്ഞ മാതിരി ഒരു സംഭവമാണ് ജോസഫ് മർഫിന്റെ. ഏതായാലും റസാഖ് സാർ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ സുബ്രഹ്മണ്യൻ സാർ ആ പുസ്തകം പറഞ്ഞിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അത് പറഞ്ഞതേ ഉള്ളൂ. സാറ് പിന്നെ മനസ്സിന്റെ ഒരു ഡോക്ടറാണ്. മനസ്സിന്റെ കാര്യങ്ങള് ഉള്ളത് ഏറ്റവും നല്ലൊരു അറിവുള്ള ഈ ഗ്രൂപ്പിലെ ഏറ്റവും മനസ്സിനെ പറ്റി ആധികാരികമായി പറയാനുള്ള നല്ല ആ വിഷയത്തിൽ സാറ് മുന്നോട്ട് പോയ ആളാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സിന്ധുമാൻ. പറയൂ പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. വളരെ കുറച്ച് ടൈം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്താലുണ്ടാവുന്ന അതിന്റെ റിസൾട്ടിനെ കുറിച്ചും ഒക്കെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ ബീനമ്മ. സാറേ, വളരെ നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുന്നു. നല്ല ഉപബോധ മനസ്സിനെ കുറിച്ച് സാറ് കുറച്ച് സമയം കൊണ്ട്, പക്ഷെ അനിമ പറഞ്ഞ പോലെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഫണ്ണായിട്ടും കൂടുതൽ കാര്യത്തോട് കൂടിയിട്ട് സാർ അത് എക്സാമ്പിളോട് കൂടെ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയിട്ടുണ്ട്. വളരെ നല്ലൊരു ക്ലാസ്. സാറിനെ കുറിച്ച് പിന്നെ പറയാനൊന്നുമില്ല, കാര്യം അത്രയും എല്ലാ അറിവുകളും ഉള്ള ഒരു ആൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ സാർ. നല്ല ക്ലാസ് ആയിരുന്നു. സാറ് പറഞ്ഞില്ലായിരുന്നോ നമ്മൾ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കാൻ പറയുന്നത്? അതുപോലെ ഞാൻ ചെറുതാവുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാനിപ്പോ മക്കളൊക്കെ പോകുമ്പോൾ ഞാനും അത് പറയാറുണ്ട്. അപ്പൊ എന്ത് പോസിറ്റീവ് അഫർമേഷനാ കൊടുക്കുക? നമ്മള് ഇറങ്ങുമ്പോ ഒരു സംശയം അവരെ ഉള്ളിൽ ഉണ്ടാക്കരുത്. അതെ, ശ്രദ്ധിച്ചു പോകണം പറയുമ്പോ ഒരു സംശയമാണ്. ആ ഒരു സംശയമാണ് ശ്രദ്ധിച്ചു പോണട്ടോന്ന് പറയുമ്പോ, നോക്കി പറയുമ്പോ നീ പോയിട്ട് വാ, അല്ലെങ്കിൽ പോയി നന്നായി വാ, അല്ലെങ്കിൽ പോയിട്ട് എന്റെ ആ കാര്യം ഉദ്ദേശിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ അവരെ ശ്രദ്ധിച്ചോളും. കാരണം അവരെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്. നമ്മളെന്ത് ചെയ്യുക, അത് കെടുത്താതെ മതി. നമ്മളെപ്പോഴും ഓഫാക്കിയിടലാണ് എല്ലാ കാര്യവും. ഒരു കോണി കയറുമ്പോ ആ കോണി കയറാനുള്ള കഴിവ്, വിശ്വാസം ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് കാര്യം. നമ്മളെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ ശ്രദ്ധിക്കേണ്ടത് അവരല്ല, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ഒരു ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ ഒരു സംശയം, ഞാൻ വീയോ, ആ സംശയം അവരെ ചിലപ്പോ താഴേക്ക് തള്ളിയിടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതി. നമ്മളെല്ലാരും അങ്ങനെ തന്നെ കേട്ടോ, കുട്ടികളല്ല, നമ്മളൊക്കെ ആ ഒരു സംശയം അത് പോയാൽ ശരിയാകുമോ എന്നൊരു സംശയം വന്നു കഴിഞ്ഞാൽ അവിടെ പോയി. നമ്മളിങ്ങനെ പോകത്തില്ല, ഇനി വല്ല അപകടവും സംഭവിക്കോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാൽ നേരെ മതിലേക്ക് കയറി ചെല്ലുക. വല്ല അപകടം സംഭവിക്കുക പറഞ്ഞ ഷെയറിങ് നേരെ മതിൽമക്ക് കയറി കൊണ്ടുപോകുക. അപ്പൊ ആ സംശയമാണ് പ്രശ്നം. ആ സംശയം ഇല്ലാതെ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. പറഞ്ഞോ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു ക്ലാസ് തന്നെ. ശക്തി, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും നല്ല രീതിയിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പുതിയ ആളുകൾക്ക് നല്ല അറിവായി. ഉപബോധ മനസ്സ് പറഞ്ഞാൽ നമ്മളെ മനസ്സിനാട്ടിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്താന്ന് ചോദിച്ചാല്, പിന്നെ നമ്മള് വേണമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാലും അത് മറുപടി തരും. അതായത് എനിക്ക് നല്ല ആരോഗ്യമാണെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം തരും. ആരോഗ്യവാനാണെന്ന് പറഞ്ഞാല് അതേപോലെ തന്നെയാണ് ചിലപ്പോ എനിക്ക് ആരോട് പകയോ വിദ്വേഷമോ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് പകയും വിദ്വേഷവും ഉണ്ടാക്കി തരും. അതായത് അതിന് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ കാര്യം വേണമെന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ നമ്മൾ നെഗറ്റീവ് പറയുന്ന വാക്കുകൾ, ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അടി പൊളിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിന്. അപ്പൊ നമ്മളെ വാക്കുകൾ ശരിക്ക്
പ്രയോഗിക്കുമ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ ചെറിയൊരു വിഷയത്തിന് കളവ് പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. എന്ത് പറ്റി ഇന്നലെ കണ്ടില്ലല്ലോ, എനിക്ക് പനിയായിരുന്നു, നോക്കണ്ട, അടുത്ത ആഴ്ച പനി ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. കാരണം നമ്മളെ ബോധമനസ്സ് എന്താണ്, ഇവന് ഒരു പനിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവന്റെ മൈൻഡിലുണ്ട്. അപ്പൊ നമ്മളെ വാക്കുകള് ഇതൊക്കെ ചെയ്യുമ്പോൾ അഫർമേഷൻ എഴുതുമ്പോൾ നമ്മളെന്തല്ലോ, എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ പ്രായത്തിനനുസരിച്ചുള്ള ശീലങ്ങളാണ്, അപ്പൊ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പുറത്ത് പറയുന്ന ഓരോ വാക്കും, നമ്മൾ ചിന്തിക്കുന്ന ഓരോ വാക്കുകളും പിന്നെ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കുക. കാരണം അതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എന്ത് പിന്നെ ചെയ്യുന്നു, എന്ത് പറയുന്നു, അതാണ് പിന്നെ ഉപബോധ മനസ്സ് കറക്റ്റായിട്ട് സ്പോഞ്ച് പോലെ ഒപ്പിയെടുത്തിട്ട് അതാണ് നാളെ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വിജയിക്കാനുള്ള സാറ് പറഞ്ഞ വേറൊരു കാര്യം, നമ്മളൊക്കെ വിജയിക്കണമെങ്കിൽ ഒരു പാലത്തിലൂടെ കടന്നു പോകണം. ആ പാലാണ് കൺസിസ്റ്റൻസി. അതായത് ഈ ക്ലാസ്, ഇപ്പൊ സാറൊക്കെ ഇത്രയും അറിവ് കിട്ടിയത്, പിന്നെ ഇതിലുള്ള എല്ലാ ആളുകൾക്കും ഓൾറെഡി ബുക്ക് വായിച്ചുള്ള അറിവുകളുണ്ട്, ഒരുപാട് പ്രായത്തിന്റെ എക്സ്പീരിയൻസ് ഉള്ള അറിവുണ്ട്. പിന്നെ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ 1500, 1800, 2000 ക്ലാസ് ആയി. അപ്പൊ അത്രയും ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളുകൾക്ക് അറിവിന്റെ ഒരു കൂമ്പാരം കിട്ടും. വല്ലപ്പോഴും നമ്മളൊരു ക്ലാസ്സിൽ പങ്കെടുക്കുക അതുകൊണ്ട് കാര്യമല്ല. എന്ത് കാര്യമാണ്, ഇനി ക്ലാസ് എന്നല്ല, വിജയിക്കണമെങ്കിൽ തന്നെ ഒരു വണ്ടി പഠിക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ മാസത്തിൽ ഒരു ക്ലാസ് ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ നിങ്ങൾ കൊല്ലങ്ങളോളം എടുക്കും ഡ്രൈവിംഗ് പഠിക്കാൻ. കൺസിസ്റ്റൻസി ആണ് ഏറ്റവും വലുത്. ആ പാലത്തിലൂടെ നടന്നാലേ നമുക്ക് എന്താക്കും വിജയത്തിലെത്താൻ പറ്റുമെന്ന് ഓർമ്മിക്കുകയാണ് എല്ലാവരോടും. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. പിന്നെ നമ്മൾ പറയണ്ട, നന്നായിരുന്നു. നമുക്കറിയാം ഓരോ കണ്ടന്റും പിന്നെ ഓരോ ക്ലാസ്സും വളരെ മെച്ചപ്പെട്ട ഓരോ ക്ലാസ് ആയിരിക്കും. നമുക്ക് ആ സമയം അത്രയും ഉപയോഗപ്പെടുത്താൻ പറ്റിയ ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. അപ്പൊ നമുക്ക് ഏകദേശം 6:25 ആയിട്ടുണ്ട്. നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിനു മുമ്പ് ഇപ്പൊ ഈ നൗഫൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ സംഭവം ഉണ്ട് അവിടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വയല് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്നത് കനാലിലൂടെയാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ വയലിലേക്ക്, അവിടെ വയലില് നെൽകൃഷി പല കൃഷികളുണ്ട്. ആ കൃഷികൾക്കൊക്കെ വെള്ളം എത്തിക്കുന്ന ചെറിയൊരു കനാല് വഴിയാണ്. അവിടുന്ന് വലിയ മോട്ടർ അടിച്ചിട്ട് വെള്ളം അവിടെ പമ്പ് ചെയ്തതിന് ശേഷം ആ വെള്ളം കനാലിലൂടെ ഒഴുകി വന്നിട്ട് ഈ വയലിലേക്ക് വരും. ഈ പമ്പ് സെറ്റ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെന്ത് ഒന്ന് സ്വിച്ച് ഇടും, ഒന്ന് സ്വിച്ച് ഓൺ ആക്കും. അപ്പൊ മോട്ടറിൽ വെള്ളം ഇങ്ങനെ വരും, സ്വിച്ച് ഓഫ് ആക്കും. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് സ്വിച്ച് ഓൺ ആക്കും, മോട്ടറിൽ വെള്ളം ഇങ്ങനെ വരും, സ്വിച്ച് ഓഫ് ആക്കും. ഇങ്ങനെ ആയാല് വയലിലെ കൃഷി എന്തിരിക്കും? വയലിലെ കൃഷി എന്തിങ്ങനെ ആയിരിക്കും? ഉണങ്ങിപ്പോവില്ലേ? ഇതേ സിറ്റുവേഷൻ ഇപ്പൊ നൗഫൽ സാറ് പറഞ്ഞതിനൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ ആ വെള്ളം ഈ വയലിലേക്ക് എത്തി ആ കൃഷിസ്ഥലത്തേക്ക് എത്തുന്നത് വരെ നമ്മൾ തുടർച്ചയായി ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനാണ് 21 ദിവസത്തെ ചലഞ്ച്, 90 ദിവസത്തെ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞത് അല്ലേ? 21 ദിവസം ചലഞ്ച് പറഞ്ഞാൽ 21 ദിവസവും തുടർച്ചയായി ഇത് ചെയ്യണം. ഒരു ദിവസം അത് മുടങ്ങിപ്പോയാല് കഴിഞ്ഞു. അപ്പൊ അന്നേ മാത്രമേ ഈ കൃഷി വളരുള്ളൂ. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുക, ഞാനടക്കം നമ്മളൊക്കെ എല്ലാം മനസ്സിലാക്കുക. താങ്ക് യു. മീറ്റിംഗ് ചെയ്യാം. പറഞ്ഞോളൂ മനു സാർ, പറഞ്ഞോളൂ. അല്ല, ദിവ്യമ്മ അവിടെ വെയിറ്റിംഗ് ഉണ്ട് 2 പ്രാവശ്യമായി. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സാറിനെ പോലുള്ള ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിനും കൂടി ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് സ്വയം തിരിച്ചറിയുക. എപ്പോഴാണോ നമ്മൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ആ സമയത്താണ് നമ്മളുടെ എന്താ പറയാ ഉപബോധ മനസ്സിലേക്ക് അത് നമ്മൾ ഇൻഫർമേഷൻ കൊടുത്താണ് ഉപബോധ മനസ്സിലേക്ക് പോകുന്നത്. അപ്പോ എപ്പോഴും ആയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന വാക്കുകള് ശരിയാണോ തെറ്റാണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ള ഒരു വിശകലനം ചെയ്യുക. അതാണ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ് പറയാം. നല്ലൊരു പ്രസന്റേഷൻ തന്നെ, നല്ല ഭംഗിയായിട്ട്, അതും സിമ്പിൾ ആയിട്ട് ബോധ മനസ്സിന്റെ വളരെയധികം സർവശക്തിയുള്ള ഒരു സംഭവമാണെന്നുള്ളതും അതുപോലെ അതിന്റെ ഗുണങ്ങളും അത് പ്രാക്ടീസ് ഡെയിലി റിപ്പീറ്റ് ചെയ്താലാണ്, അതായത് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോർ ചെയ്താൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക്
ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളും, അതായത് നല്ല അനുഭവങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷനും വിഷ്വലൈസേഷനും പോസിറ്റീവായ വിശ്വാസങ്ങളും കൊണ്ട് നടന്നിട്ട് നമുക്ക് അതാണ് തിരിച്ചു ലഭിക്കുക. അപ്പൊ ഇത് എല്ലാം ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഷീർ സാർ എന്ന് പറഞ്ഞ മാതിരി നമ്മളെ മനസ്സിന്റെ കാര്യത്തിനെ പറ്റിയിട്ട് ശരിക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് സാറിന് ആദ്യം മുതലേ അറിയാം. അതിന്റെ കാര്യങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഏറ്റവും അറിവ് ഉള്ള അതിന്റെ മനസ്സിനെ പറ്റിയിട്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിനോട് അറിവുള്ള ഒരു വ്യക്തി അത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായി ഉള്ളത്, സാർ പറഞ്ഞ മാതിരി തീയിലൂടെ നടക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ നടന്നോളൂ എന്ന് പറഞ്ഞാൽ അത് അതാണ് നമുക്ക് കഴിയുന്നത്. അത് മറ്റുള്ളവർ പറഞ്ഞിട്ടും വിശ്വസിപ്പിക്കുക എന്നുള്ളത്, നമ്മൾ വിശ്വസിക്കുന്നതും മറ്റുള്ളവർ വിശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഉപബോധ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അത് കണ്ടിന്യൂറ്റി വേണം. നൗഫൽ സാർ പറഞ്ഞ മാതിരി കൺസിസ്റ്റൻസി വേണം. റിപ്പീറ്റേഷൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് നമ്മളെ അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് സാർ പറഞ്ഞ പോലെ ഒരു കാർ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കയറി വരും, ബ്രേക്ക് ഔട്ടും ഒക്കെ തന്നെ ശരിയാണ്. പക്ഷെ മനോഹരമായ ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. അപ്പൊ സാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ അതെ. എന്നാല് ആരാണ് തുടങ്ങേണ്ടത്? പിന്നെ നമ്മളെ ദിവ്യ മാം ഉണ്ട്, അതുപോലെ തന്നെ പ്രീത മാം ഉണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ. പ്രീത മാം പറഞ്ഞോളൂ. അജണ്ട എന്താണെന്നൊന്നും പറഞ്ഞില്ല. പ്രീത മാം പറഞ്ഞോളൂ. യെസ്. എന്താണ് നിങ്ങളെ അജണ്ട ചർച്ച? ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ. അതെ, ഞാൻ എന്റെ സബ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, അവർക്ക് അപ്പപ്പോ അപ്ഡേഷൻ കൊടുക്കാറുണ്ട് നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ആരും ചെയ്യുന്നില്ല. പിന്നെ വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പോസ്റ്റ് ചെയ്യാനോ, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിലിപ്പോ ഒരു ഫീഡ്ബാക്ക് പറയാനോ, നമ്മുടെ സബ് ഗ്രൂപ്പിലായാലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടായാലും ഞാൻ പറയാറുണ്ട്, എല്ലാവരും പറയണം, ഫീഡ്ബാക്ക് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതിലേക്കൊന്നും മുന്നോട്ട് വരുന്നില്ല. എല്ലാ ആളുകളും ഉണ്ട്, ഗ്രൂപ്പിലുണ്ട്, പക്ഷെ ആരും മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് സാറിനോടും അതുപോലെ നമ്മുടെ ലീഡേഴ്സ് അതിനെ കുറിച്ചൊന്നും അവർക്ക് ഒരു ബോധവൽക്കരണം പോലെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. എന്റെ അഭിപ്രായം, ഒരുവിധപ്പെട്ട ആളുകളൊക്കെ മീറ്റിങ്ങിൽ, നമ്മളെ സൂം മീറ്റിങ്ങിൽ വരുന്നുണ്ട്, നമ്മളെ സബ് ഗ്രൂപ്പിലുള്ളവർ. പിന്നെ ചില കാരണവശാൽ ചില ദിവസങ്ങൾ അവർ മുടങ്ങിപ്പോവാണ്. പക്ഷെ അവർക്ക് അറിയില്ല ഈ മുടങ്ങിപ്പോകുന്നത് കാരണം എനിക്ക് വിജയിക്കാൻ കഴിയണില്ല എന്ന സത്യം അവർക്ക് അറിയണില്ല. അപ്പൊ ഞാനാണെങ്കിലും 4 ദിവസം പങ്കെടുക്കും, പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് 2 ദിവസം ലീവ് ആക്കും. ഇതുകൊണ്ടുണ്ടാകുന്ന